നമ്മൾ ഇന്ന് രാവിലെ പൊന്നുക്കുട്ടനും ഞാനും ആര്യക്കുട്ടനും കൂടെ ഒരു ക്ഷേത്ര ദർശനം ആയാലോ എന്ന് വിചാരിച്ച് നമ്മുടെ വീടിനടുത്തു നിന്ന് ഒരു 10-15 മിനിറ്റ് പോയാൽ മതി ഓട്ടോയിൽ കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ കൂടുതലും ശിവരാത്രി മഹോത്സവങ്ങളൊക്കെ വളരെ ആഘോഷിക്കുന്നൊരു ക്ഷേത്രമാണ്. അതായത് ശിവഭഗവാനും പാർവതീ ദേവിയും വസിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് കൂടുതലും വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളെല്ലാം നീക്കി കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്, മഹാദേവ ക്ഷേത്രമാണ്. അപ്പം ഞങ്ങളിപ്പോൾ കുറേ നാളെ അങ്ങോട്ടൊന്ന് പോയിട്ട് ഇപ്പം പുതിയതായിട്ട് അവിടെ ഒരു മഹാദേവൻ്റെ ഒരു രൂപം, അതായത് മഹാരൂപം വളരെ ഭംഗിയായിട്ട് കല്ലിൽ കൊത്തിയ ഒരു മഹാരൂപം അവിടെ പർവ്വതത്തിൻ്റെ അവിടെ കയറുന്നതിൻ്റെ പാറയുടെ മുകളിൽ ശിലാസ്ഥാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമാണ് അത് കാണാനായിട്ട് തന്നെ. അപ്പോൾ അത് ഞാൻ നേരിട്ട് പോയി കണ്ടില്ല. അപ്പം അതൊന്ന് കാണുവണ്ണം ഭഗവാനെ ഒന്ന് ദർശിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം ത്രിമൂർത്തികളിൽ ഒരാളാണ് നമ്മുടെ ഭഗവാൻ, ശിവഭഗവാൻ. അദ്ദേഹം തപസ് ചെയ്തിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കൈലാസമാണ്. പർവ്വതത്തിൻ്റെ രാജാവ് ഹിമവന്തിൻ്റെ രാജ്യം കൈലാസത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു. പർവ്വതരാജാവിൻ്റെ ഭാര്യ സ്വർഗത്തിലെ അപ്സരസായ മേനകയായിരുന്നു. ആ മേനകയ്ക്കും ഹിമവന്തിനും ഉണ്ടായ മകളാണ് പാർവതീ ദേവി, അതായത് നമ്മുടെ ശിവഭഗവാന്റെ ഭാര്യ പാർവതീ ദേവി. പിന്നെ താടകാസുരനെ വധിക്കുവാൻ ശിവനും പാർവതീദേവിയിൽ ഉണ്ടാകുന്ന മക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം പ്രേമത്തിൻ്റെ അധിപതിയായ മന്മഥനോട് ശിവഭഗവാന് നേരെ പ്രേമത്തിൻ്റെ അമ്പ് എയ്യാനായിട്ട് ബ്രഹ്മാവ് പറഞ്ഞു. അതിലൂടെ അദ്ദേഹം പാർവതീ ദേവിയെ പ്രണയിക്കുക വഴി അതിനുശേഷം മന്മഥൻ തൻ്റെ അങ്ങനെ പ്രണയിച്ച് അവർക്കുണ്ടാകുന്ന മക്കൾക്ക് മാത്രമേ ഈ താടകാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മന്മഥൻ തൻ്റെ പത്നി മന്മഥൻ്റെ പത്നിയാണ് രതിയെയും കൂട്ടി ഈ പ്രേമത്തിൻ്റെ അമ്പ് എയ്യാനായിട്ട് കൈലാസത്തിലെത്തുകയും ആ സമയത്ത് ശിവഭഗവാൻ അതീവ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ അമ്പ് എയ്യുന്ന സമയത്ത് ഈ അമ്പ് വന്ന് നേരെ തൃക്കണ്ണിലാണ് കൊള്ളുകയും തൽക്ഷണം വളരെ കോപം കൊണ്ട് മന്മഥനെ ഭസ്മമാക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം അറിയുമ്പോഴത്തേക്കിനും മന്മഥൻ ഭസ്മമായി തീരുകയും പിന്നീട് ശിവഭഗവാനോട് പാർവതീ ദേവി വളരെ കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും പാർവതീ ദേവിയുടെ ഭക്തിയും തപസ്സിൽ സമൃദ്ധനായ ശിവഭഗവാൻ പാർവതീ ദേവിയെ ഒരു ഋഷി മുഖേന വന്ന് പരീക്ഷിക്കുകയും ശിവഭഗവാനെ നീ ഉപേക്ഷിക്കണം, അദ്ദേഹം അങ്ങനെയല്ല എന്ന് പറയുകയും ആ സമയത്തും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന പാർവതീ ദേവിയുടെ ഭക്തിയിൽ സമൃദ്ധനായ ശിവഭഗവാന് പറയുകയാണ്, യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് പറയുകയാണ് ആർവതീ ദേവിയെ വിവാഹം കഴിക്കാം എന്ന് പറയുകയും അതിനുശേഷം അവരുടെ വിവാഹം കഴിയുകയും വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ടുണ്ടാകുന്ന കൊച്ചാണ് 6 മുഖങ്ങളുള്ള അറുമുഖൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മുരുക ഭഗവാന്. പിന്നെ അതിനുശേഷം മുരുക ഭഗവാൻ താടകാസുരനെ വധിക്കുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന രണ്ടാമത്തെ പുത്രനാണ് നമ്മുടെ ഗണപതി ഭഗവാൻ, വിദ്യയുടെയും തടസ്സങ്ങളുടെ എല്ലാം നീട്ടി അറിവിൻ്റെ വിനായകൻ. രണ്ടാമത്തെ മോനാണ് വിനായകൻ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാലാഴി അതിന് സമയത്ത് കളകൂട വിഷം, അതായത് സർപ്പങ്ങളുടെ രാജാവായ വാസുകി, പാലാഴി മദന വേളയിൽ വാസുകിയാണ് കടയാനായിട്ട് സഹായിച്ചത്. അങ്ങനെ കടയുന്ന സമയത്ത് ശരീരം ഉരയുകയും അതിൽ നിന്ന് മുറിവുണ്ടാകുകയും അതിൽ നിന്ന് വന്ന ഈ കളകൂട വിഷം പതിക്കാതിരിക്കാനായിട്ട് അത് കുറച്ച് ശിവഭഗവാൻ പാനം ചെയ്യും. ആ സമയത്ത് ഭഗവാന്റെ ശരീരത്തിലേക്ക് അത് ഫുൾ നീല നിറമാവുകയും അങ്ങനെയാണ് നീലകണ്ഠൻ എന്ന പേര് വന്നത്.
പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ അമർത്തുകയും അങ്ങനെ ആ രാത്രി പാർവതീദേവി ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ച് ഇരുന്ന് പ്രണയാത്മമായിട്ടിരുന്ന ആ സമയത്തിനാണ് നമ്മൾ ശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിവരാത്രി, അതായത് പാർവതീദേവി ശിവഭഗവാനോടുള്ള ഭക്തിയും പ്രണയവും ആ സ്നേഹവും എല്ലാമാണ് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക്, വിവാഹവുമായിട്ട് സംബന്ധിച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒരുപാട് മുടങ്ങിക്കിടന്ന വിവാഹം നടക്കാതെ ദോഷങ്ങളാണെന്ന് പറഞ്ഞിരുന്നവർക്കൊക്കെ ഒരുപാട് വിവാഹങ്ങൾ ഈ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന്, അതായത് ഭഗവാനെയും പാർവതിയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിവാഹങ്ങൾ നടന്നു. അങ്ങനെയാണ് കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രം എന്നിങ്ങനെ പേര് ലഭിച്ചത്. എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ അപ്പോൾ വരുന്ന സമയം ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ നിന്ന് ദൂരം ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാവുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. നമ്മളിവിടുന്ന് ഇതുകൊണ്ട് അകലേക്ക് ഇന്ന് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് പണിത മഹാദേവൻ്റെ ആ ശില്പം അവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന പർവ്വതനിരകൾക്ക് ഇടയിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു തോട് പോലെ ജസ്റ്റ് നമ്മളത് ക്രോസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. വളരെ രസമാണ് ഇവിടെ കാണാനായിട്ട്. വളരെ മനസ്സിനൊക്കെ നമ്മൾ വളരെ കുളിർമയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള അല്ലെങ്കിലും ക്ഷേത്ര ദർശനങ്ങളും പുണ്യസ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ എന്ത് മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് ഇല്ലായ്മ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ. ഭഗവാന്റെ ആ സ്വരൂപം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് വന്ന് കാണുന്നത്. ഇതുവരെ ഞാൻ വന്ന് കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. വളരെ മനോഹരമാണ് കാണാനായിട്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ കുറച്ച് പുനരുദ്ധാരണം പ്രമാണിച്ച് കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ അകവും വീഡിയോ എടുത്തില്ലേ. അപ്പം ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് അതിന് ചുറ്റുമുള്ള ഭംഗി, അതായത് 4 സൈഡിലും ഹിമ പർവ്വത നിരകളാൽ ചുറ്റുകിടക്കുവാണ് ക്ഷേത്രത്തിന് ചുറ്റും. അതിമനോഹരമാണ്. ഇതിൻ്റെ താഴെ നമ്മൾ അഞ്ചൂരിലേക്ക് ഉള്ള ജലാശയമൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാൻ മനസ്സ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് ആര്യക്കുട്ടനും പൊന്നുക്കുട്ടിയുടെ കയ്യെ പിടിച്ച് നേരെ അങ്ങ് പോവുകയാണ്. തൊട്ടുപുറകെ ഞാനും ഉണ്ട്. വളരെ രസമുണ്ട് നമ്മൾ കാണാനായിട്ട്. മനസ്സിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരണം, ഭഗവാനെ ദർശിക്കണം. മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കും. നമ്മൾ വരുമ്പോൾ നമ്മുടെ ഭഗവാനോട് നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ നമ്മൾ പറയുന്നു. വളരെ കുറച്ച് നേരം അവിടെ ചുറ്റും നല്ല നിരപ്പ് പാറകളുണ്ട്. അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് അവിടെയൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കാൻ വളരെ ഭംഗിയാണ്. വൈകുന്നേരങ്ങളിലായാലും ഇപ്പം നമ്മൾ പോയിട്ട് രാവിലെ ഞാൻ 9 മണിയായിട്ടും പോയത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെയിലായിരിക്കും. ആ സമയത്തൊക്കെ അവിടെ നിന്ന് ചുറ്റും നോക്കാൻ വളരെ തെളിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ആര്യക്കുട്ടന് പ്രസാദം കിട്ടിയതൊക്കെ പൊന്നുകുട്ടി പായസം കിട്ടിയായിരുന്നു. പായസമൊക്കെ കൊടുത്ത് ഇങ്ങനെ അവൻ വളരെ അവിടെ എല്ലാം വീക്ഷിച്ച് വളരെ ആസ്വദിച്ച് വരുവാണേ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് പിന്നെ നമ്മൾ ആ ക്ഷേത്രത്തിൽ വന്നതിൻ്റെ ഒരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് 2 വർഷം തികയാണ്. അപ്പം അതുകൊണ്ടാണ് വഴിപാടൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം നല്ല തണുത്ത കാറ്റ്. അവിടെ എത്ര വെയിലാന്ന് പറഞ്ഞാലും നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ലപോലെ സൂര്യൻ്റെ വെയിലേൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ചുറ്റും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ല തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കവിടെ നിന്ന് കുറേ സമയം വന്ന് കണ്ട് ആസ്വദിച്ച് കുറേ സമയം ഇരുന്ന് സംസാരിച്ചൊക്കെ പോകാനായിട്ട് മനസ്സ് വളരെ ശാന്തമാകുന്നൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ അന്നേരം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്.
പിന്നെ ഇന്നിപ്പം എന്തായാലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുമല്ലേ, അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പൊന്നുക്കുട്ടൻ ആര്യക്കുട്ടിയെയും കൊണ്ട് പതിയെ അങ്ങ് നീങ്ങുവാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ശിവഭഗവാനെയും കൂടെ തൊഴുതിട്ട് നമ്മൾ പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലത്തൊക്കെ വരണം, വരാത്തവരും വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണണം. വളരെ മനോഹരമായിട്ട് പ്രകൃതിയുമായിട്ട് വളരെ ലയിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ശിവഭഗവാനെ പറ്റി പണ്ട് ഇത് ശ്രീരാമനും സീതാദേവിയും വനവാസ സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. പഞ്ചപാണ്ഡവന്മാർ അവർ വനവാസ സമയത്തും ഇവിടെ വന്ന് താമസിച്ച് പോയിട്ടുണ്ട്. അപ്പം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഒരുപാട് ഋഷീശ്വരന്മാർ താമസിച്ച് പോയതിൻ്റെ, അതായത് പണ്ടത്തെ തപസ് ചെയ്തതിൻ്റെ പുരാവസ്തു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലഭിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അത്രത്തോളം പഴക്കമുള്ള ശിവക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. ശിവം ശിവകരം ശാന്തം ശിവാതമാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓരോ നിമിഷവും നമ്മൾ ആ ഭഗവാന്റെ തിരുനടയിലേക്ക് എത്തുമ്പം മനസ്സിൽ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശിവഭഗവാനെ നമ്മൾ തൊഴുന്നത് ശിവലിംഗ രൂപത്തിലാണ്. ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് പണ്ട് ശിവഭഗവാനാണ് എന്ന് ശരിക്കും അതായത് ശിവഭഗവാന്റെ യഥാർത്ഥ രൂപം അറിയപ്പെടാതെ ഇരിക്കുന്ന കാലം, ആ സമയത്ത് ശിവഭഗവാൻ ഒരു ഭിക്ഷക്കാരനായിട്ട് ഗ്രാമങ്ങൾ തോറും അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷ യാചിക്കുന്ന സമയം. അപ്പോൾ ആർക്കും അറിയില്ല ഇത് ശിവഭഗവാനാണ്. അപ്പോൾ അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി ഭിക്ഷ യാചിക്കുന്ന സമയത്ത് ഒരു ആത്മീയതയുടെ ഉന്നതിയിൽ എത്തിച്ചേരുന്ന സ്ഥലം, അതായത് ദാരുവൻ എന്ന വനം, ആ വനത്തിൽ നമ്മുടെ ശിവഭഗവാൻ എത്തിച്ചേരുകയും അവിടെ നിറച്ചും തേജസ്സുള്ള ഋഷിമാരാണ് വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തപസ് ചെയ്തു, അവരുടെ ഭാര്യമാരും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ശിവഭഗവാൻ എത്തിച്ചേരുകയും അവരോട് ഭിക്ഷ യാചിക്കുകയും ചെയ്യും. ഈ ഭിക്ഷ യാചിക്കുന്ന സമയത്ത് അതായത് ഈ ഋഷീശ്വരന്മാരുടെ ഭാര്യമാർ ശിവഭഗവാന് ഭിക്ഷ നൽകുകയും അവർ പതിയെ ശിവഭഗവാനോട് കൂടുതൽ സംസാരിക്കുകയും തൊട്ടു നോക്കുകയും ഒക്കെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ ഋഷീശ്വരന്മാർ നോക്കി നിൽക്കുകയാണ്. ഇത്ര നാളും തൻ്റെ വളരെ കഠിനമായ തപമൊക്കെ അനുസരിച്ചിരുന്ന തൻ്റെ ഭാര്യമാർ ഈ ഒരു ഭിക്ഷക്കാരനോട് വളരെ കാര്യമായിട്ട് രമ്യതയിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വന്ന ഋഷീശ്വരന്മാർ ശപിക്കുകയാണ്, നിൻ്റെ ലിംഗം അറ്റുപോകട്ടെ എന്ന് പറയുകയാണ്. ആ സമയത്ത് മുറിഞ്ഞു വീണ തൽക്ഷണം തന്നെ ആ ഭിക്ഷാടകൻ്റെ ലിംഗം മുറിഞ്ഞു വീഴുകയും ആ മുറിഞ്ഞു വീഴുന്ന സമയത്ത് അവിടെ മുഴുവൻ, ആ വനം മുഴുവൻ അഗ്നിയാൽ കത്തി ജ്വലിക്കുകയാണ്. അപ്പം ഋഷീശ്വരന്മാർ ഞെട്ടി നിൽക്കുകയാണ്, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ ആളല്ല. അപ്പം അവരങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവിനെ ധ്യാനിക്കുകയും ബ്രഹ്മാവ് വന്ന് പറയുവാണ്, ഇത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ മഹാശിവഭഗവാനാണ്. അപ്പോൾ അവർ ഉടനെ ശിവഭഗവാന്റെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ശിവൻ യഥാർത്ഥ രൂപത്തിൽ വരികയും
വരികയും അപ്പോൾ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായി, പക്ഷേ എന്നെ ഇനി നിങ്ങൾക്ക് ആപത്ഘട്ടങ്ങളിൽ എന്നെ വിളിച്ചാൽ കാണുന്നത് ലിംഗരൂപത്തിൽ നിങ്ങൾ എന്നെ ധ്യാനിച്ചാൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് അങ്ങനെയാണ് ഭഗവാനെ നമ്മൾ ശിവലിംഗ രൂപത്തിൽ നമ്മൾ ആരാധിക്കുകയും ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു കഥയുള്ളതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോരുവാണ്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.